അവിടുത്തെ പാത്രങ്ങൾ മൊത്തം ഇവിടെയാണ്. ഇവിടുത്തെ പാത്രങ്ങൾ മൊത്തം അവിടെയാണ്. സുകന്യേ, അച്ചോ, അച്ചുട്ടിയേ, ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് അവിടെ വെച്ചാ നീ ആവശ്യമുള്ളപ്പോ അങ്ങോട്ട് എടുത്തിട്ട് വന്നാൽ മതിയല്ലോ. എന്താ വെച്ചിട്ടാ അവിടെ ഒരു പാത്രം വെക്കാനില്ല. ചോറ് വെക്കണ ചെമ്പടക്കം ഇവിടെ. എന്തിനാ ഇവിടെ കൊണ്ടുവന്ന് വെക്കണേ? ചെമ്പൊക്കെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? ചെമ്പ് ചുക്കുവെള്ളമൊക്കെ കൊണ്ടുവന്നിട്ടേ ഇത്രയും പാത്രങ്ങൾ അവിടത്തേന്ന് കേട്ടോ. ചീനച്ചട്ടിയൊക്കെ അവിടെ പാത്രങ്ങൾ നോക്കുമ്പോൾ കാണുകയില്ല. സുഗന്യക്ക് പാത്രം വേണ്ടേ ഇപ്പോൾ? സുഗന്യക്ക് പാത്രം വേണ്ടി വരില്ല ഇപ്പോൾ അറിയാം. അതിന് അവിടെ ചോറ് വയ്ക്കുക, ഇവിടെ കൂട്ടാൻ വയ്ക്കുകയല്ലേ. അപ്പോൾ ഓരോന്നും ഇങ്ങോട്ട് എന്തെങ്കിലും നേരെയാക്കിയിട്ടൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ ആ പാത്രം ഇവിടെ വയ്ക്കില്ലേ? ആരെങ്ങനെ ഉറങ്ങണ്? പൊന്നു തക്കാൻ പോയിരുന്നോത്. എന്താടി ഈ 3ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി എവിടെ പോകണ രാത്രി പേടിച്ചിട്ട്? അപ്പോൾ ഇന്ന് നമുക്കില്ലേ കൂട്ടാൻ വയ്ക്കാൻ നോക്കുമ്പോൾ കുറച്ച് വെള്ളപ്പയർ മാത്രം ഉണ്ട് കേട്ടോ. വേറെ ഒന്നുമില്ല. ഇന്ന് തിങ്കളാഴ്ചയല്ലേ, ഇന്ന് പോയിട്ട് വേണം, കടയിൽ പോയിട്ട് വേണം. ഇതിൽ ഞാനൊരു സംശയം ചോദിക്കട്ടെ, ഇതിൽ കമ്പിച്ചാക്കി എന്തെങ്കിലും വാങ്ങാൻ കമ്പിച്ചാക്കിരി ഇട്ടിട്ട് ഇവിടെ ഉറയ്ക്കാൻ പറ്റുമോ? ഈ ഭാഗം പറ്റില്ലല്ലോ. അതെ. അപ്പോൾ ഇന്ന് പക്ഷെ നമ്മുടെ ഈ കാവി ഉണ്ടോ, ഈ കാവി വൃത്തിയാവണേ ഇല്ല. എത്ര ഇത് നോക്ക്, ഇത് നല്ല വൃത്തിയും വന്നു. അത് ഇത് തുടച്ച് ശരിയാവും. മുക്കിലും മൂലയിലും കളറുണ്ട്. ഇവിടെ ഇങ്ങനത്തെ കളറ്. അപ്പൊ ഞാൻ 2 പ്രാവശ്യം തുടച്ചതാട്ടോ ഇവിടെ. എന്നിട്ട് ഇന്ന് ഈ ചുവപ്പ് കാവി ഉണ്ടോ, നല്ല കളറോട്ട്. പിന്നെ ഒന്നാമത് ഈ മണ്ണ് ചവിട്ടിയിട്ട് ഇങ്ങനെ വരുമ്പോൾ ഇപ്പം ഇവിടെയൊക്കെ കണ്ടോ ചാണകമൊക്കെ മെഴുകിയിട്ട് വൃത്തിയിലാക്കിയിട്ടുണ്ട് കേട്ടോ. അതിനേട്ട് ഞാൻ ചാണകം മെഴുകുമ്പോൾ അതിനേട്ട് അപ്പം പറയും എൻ്റെ അടുത്ത്, ചാണകം മെഴുകിയിട്ട് ചുമരിൽ ചളി തെറിച്ച് കഴിഞ്ഞാൽ ഈ ഉള്ളിക്ക് ചളിയാവരുത് പറഞ്ഞിട്ട് ചാണകമൊക്കെ മെഴുകിയിട്ടോ. അപ്പോൾ കുറേ ദിവസമായിട്ട് പറയാറില്ല എല്ലാ കൂട്ടുകാരും നമ്മുടെ വീഡിയോയ്ക്ക് സ്വാഗതം പറയാം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനിയേട്ടനെയും കാരുണ്യ വിപ്ലവം, നമ്മുടെ ഇവിടെ കാരുണ്യ വിപ്ലവമാണെന്ന് പറഞ്ഞിരുന്നല്ലോ കാർത്തികേയന് വേണ്ടിയിട്ട്. അപ്പം ഇന്ന് 26-ാം തീയതി ആണല്ലോ. ഏട്ടൻ രാവിലെ പോയിട്ട് ഇതപ്പോൾ വന്നേലൂ കേട്ടോ. രാവിലെ നമ്മൾ പലഹാരമൊന്നും ഉണ്ടാക്കിയില്ല. അനിയനും ഏട്ടനൊക്കെ ഇങ്ങനെ ഇതിന് പോയിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ചോറും മുളകുശ്ശേനും പപ്പടവും കഴിച്ചു രാവിലെ. ചൂട് ചോറായിട്ട് ഞാൻ കഴിച്ചു. കുട്ടികളൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. നമ്മുടെ അടിക്കലും തുടയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ കൂട്ടാൻ വയ്ക്കണമെങ്കിൽ ഏട്ടൻ എന്തെങ്കിലും കരിയണോ, എന്തെങ്കിലും കൂട്ടാൻ വെക്കണമെങ്കിൽ, ഇല്ലെങ്കിൽ പിന്നെ വെള്ളപ്പയർ പുളി വെക്കണം. വെള്ളപ്പയർ പുളിക്ക് എന്തെങ്കിലും രണ്ടാമത് പപ്പടം, അത് മതിയോ? കുട്ടികള് എന്താ ഇരിക്കുന്ന സമയമല്ലേ, അപ്പോൾ 1 കിലോ കോഴി വാങ്ങിയ കുമ്പളങ്ങിയും കോഴി വയ്ക്കാം. കുമ്പളങ്ങിയും കോഴി കുറേ ഇട്ടോ. നമ്മളിപ്പോൾ കുമ്പളങ്ങിയും കോഴിയും വെച്ചിട്ട് അല്ലേ കുറേ ആയിട്ടോ നമ്മളത് വെച്ചിട്ട്. അപ്പോൾ അത് വെക്കുക വെച്ചാൽ ഒരു പണിയിൽ പിടുത്തം വിടുകയും ചെയ്യും. പിന്നെ ഉപ്പേരിയും വേണ്ട, ഒരു പപ്പടവും കഴിച്ചാൽ മതി. അച്ചാറും ഉണ്ട്. കല്യാണത്തിന് നമ്മൾ കിട്ടുന്ന പോലെ കഴിക്കുകയും ചെയ്യുക. അപ്പോൾ ഈ കാരുണ്യ വിപ്ലവത്തിൽ എല്ലാവരും നല്ല രീതിയിൽ പൈസ കൊടുക്കട്ടെ, നല്ല പൈസ കിട്ടട്ടെ ലേട്ടാ. എന്നാൽ പിന്നെ ആ കുട്ടിയുടെ തുടർ ചികിത്സയ്ക്കും അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന പൈസ നമ്മുടെ ഇവിടെ തന്നെ അസുഖങ്ങൾ ബാധിച്ചിരിക്കുന്നവർക്കും സഹായിക്കാൻ പറ്റും. അപ്പോൾ നല്ല പൈസ കിട്ടിയാലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെക്കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള തുക നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത്രയൊക്കെ തന്നെയല്ലേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. പിന്നെ പ്രാർത്ഥിക്കാല്ലേ. ഇപ്പം തന്നെ എത്ര 15 ലക്ഷം ആയിരുന്നല്ലേ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്താ 3 കോടി രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ ഒരു ചെറിയ സംഖ്യ അല്ലല്ലോ, വലിയൊരു സംഖ്യ അല്ലേ. നമുക്ക് തന്നെ ചില സമയത്ത് 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയൊരു, നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ സംഖ്യയാണ്. ചിലപ്പോൾ 2000 3000 എന്നൊക്കെ പറഞ്ഞാൽ തന്നെ എവിടെന്നെങ്കിലൊക്കെ 1 ലക്ഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ താങ്ങുമോ? അപ്പം അതുപോലെയല്ലേ, അതിനേക്കാട്ടിലും ഡബിൾ ഇരട്ടിയല്ലേ. 1 കോടിയല്ല 2 കോടി. അല്ല, ഡബിൾ ഇരട്ടിയുടെ ഇരട്ടി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്താ കിട്ടട്ടെ അല്ലേ, കിട്ടിയ അസുഖങ്ങളൊക്കെ മാറി വരട്ടെ. 300 ലക്ഷം. നിങ്ങളുടെ അവിടെയൊക്കെ മാങ്ങ മൂച്ചിയിൽ മാങ്ങ ഉണ്ടായോ? നമ്മുടെ ഇവിടെ എവിടെ ഉണ്ടായില്ല കേട്ടോ. ഇപ്രാവശ്യം നമുക്ക് മാങ്ങയെ കിട്ടിയില്ല. നമുക്ക് കൊടുങ്ങല്ലൂരിന് അവർ വരുമ്പോൾ കുറച്ച് ചെള്ളിപ്പൊടി കൊണ്ടുവന്നിരുന്നു, ചെമ്മീൻ.
അപ്പം അത് എന്താ മാങ്ങയും ചക്കക്കുരും ഒക്കെ ഇട്ടിട്ട് കൂട്ടാൻ വെച്ചാൽ നല്ല ടേസ്റ്റ് കേട്ടോ. ചക്കി ഉണ്ടായില്ല, മാങ്ങി ഉണ്ടായില്ല. ഇപ്രാവശ്യം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വത്സലേടത്തിയുടെ മൂച്ചിയിൽ മാങ്ങ ഉണ്ടാവണതാ. അത് മൂച്ചി കഴിഞ്ഞ പ്രാവശ്യം പൂക്കാത്ത മൂച്ചിയാണ് കേട്ടോ ഇപ്രാവശ്യം പൂത്തു വന്നിക്കണത്. അപ്പോൾ ഇതാ നമ്മുടെ ഈ മൂച്ചി പൂത്തിട്ടുണ്ട് കണ്ട. പക്ഷെ പൂത്തു പറഞ്ഞിട്ട് എന്താ പറയുക, ഇലയുടെ അഭിഷേകമാണ് ഫുള്ളും. കഴിഞ്ഞ പ്രാവശ്യം നല്ല രീതിയിലുണ്ടായിരുന്നു. ഇപ്പൊ ഇല്ലേ എന്താ ചക്കയില്ല, മാങ്ങയില്ല, തേങ്ങയില്ല. ഈ മാങ്ങ പഴുത്ത് കഴിഞ്ഞാൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. വത്സലേടത്തിയുടെ മൂച്ചിത്തെ മാങ്ങ അതിനേക്കാളും ടേസ്റ്റാണ്. പിന്നെ വത്സലേടത്തിയുടെ മൂച്ചി അവിടെ ഉള്ളത് നമ്മുടെ വീട്ടിലുള്ള പോലെ തന്നെയാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്താ അച്ചാറിന് വേണമെങ്കിലും കന്നിമാങ്ങ പരുവാണെങ്കിലും ഒക്കെ നമുക്ക് പറിച്ചെടുത്ത് കൊണ്ടുവരാം. അത് പിന്നെ നമുക്കൊരു കാര്യം തന്നെയാണ് അല്ലേ. ചില ദിവസം നമ്മളെപ്പോലുള്ളവർക്കൊക്കെ പെടുന്ന ഒരു കാര്യമാണ് അല്ലേ, എന്താണ് കറി വെക്കുക, എന്താണ് ചെയ്യുക എന്നുള്ളത്. മുരിങ്ങക്കൊമ്പൊക്കെ വെട്ടിക്കളഞ്ഞിട്ടേ മുരിങ്ങക്കൊമ്പൊക്കെ വെട്ടിക്കളഞ്ഞു. അതുകൊണ്ട് ഒരു പിടി മുരിങ്ങയുടെ ഇല കിട്ടാനില്ല. എന്താ ഇടിച്ചക്കയുടെ സമയമായി. ഈ സമയത്തൊന്നും നമുക്ക് കൂട്ടാൻ വെക്കാനോ എന്താ ചെയ്യാന്ന് ചിന്തിക്കുകയേ വേണ്ട. അല്ലെങ്കിൽ വെള്ളപ്പയറും ചെറുപയറൊക്കെ ഉണ്ട് കേട്ടോ, ഒരു ചേമ്പന്തണ്ട് പറിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ കൂട്ടാൻ വെക്കാം. അത് കുഴപ്പമൊന്നുമില്ല, അതും പറ്റും. പക്ഷേ ചില ദിവസം കുട്ടികളൊക്കെ സ്കൂളില്ലാതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് അവർക്ക് വയറ് നിറച്ച് എന്തെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും വേണം. മീൻ കറി അതിൻ്റെ കാര്യം പറയില്ല. മീൻ മിഞ്ഞാതെ കറി വെച്ചിട്ട് ഇന്നലെ ഫുള്ളും കൂട്ടി ഇന്നിക്കിനി കുറച്ചുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇതിൻ്റെ കളർ, ഈ കാവിയിലെ കളറ് വരാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക, ചിലവർ പറഞ്ഞു കഞ്ഞിവെള്ളം തേച്ചാൽ നല്ല കളറുണ്ടാവും. കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം കൊണ്ട് തേക്കില്ലേ, നമ്മൾ തുടക്കില്ലേ, അപ്പോൾ നല്ല കളർ വരുന്നു. അപ്പോൾ അത് ശരിയാണോന്നറിയില്ല. എനിക്ക് പാത്രം വയ്ക്കുന്ന സ്റ്റാൻഡ് വാങ്ങിത്തരാൻ പറഞ്ഞതാണ്. ഇനി ഇപ്പോഴൊന്നും ആ സ്റ്റാൻഡ് കിട്ടും തോന്നണില്ല. നമ്മുടെ ഇതിന് ആകെ പോണ ഒരു വണ്ടിയാണ് റബ്ബർ പാലം കൊണ്ട്. ആ വണ്ടി പോകുമ്പോൾ സ്പീഡിൽ പോവുമായിരുന്നു. അപ്പോൾ ഞാൻ വിളിച്ചിട്ട് ഒരു ദിവസം എടുത്ത് പറഞ്ഞു, ഏട്ടാ അവിടെ ചെറിയ കുട്ടികളും ഉള്ളതാണ്, നിങ്ങൾ മെല്ലെ പോയാൽ മതി കേട്ടോന്ന്. സുകന്യേ 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 രാവിലെ അടിച്ച് കോരി ഇട്ടാൽ മതി. നമ്മുടെ ആര് ചെയ്യുന്നറിയോ, അച്ചുട്ടി തുടച്ചിടും. തുടച്ചിട്ടിട്ട് ഞാൻ ഈ വാതിലില്ലേ എപ്പോഴും നമ്മളിവിടെ ചാരും കേട്ടോ, നമ്മളധികം അപ്പുറത്തായിരിക്കും. അപ്പോൾ പിന്നെ ഈ വാതിൽ തുറന്നിട്ട് ശരിയാവില്ലല്ലോ. ഇതാ നമ്മുടെ ഈ ചെടിയില്ലേ, ഈ ചെടിയിൽ എന്താ ഇലകൾ വന്നിട്ടാ കണ്ട, അതൊക്കെ ഇങ്ങനെ പന്തൽ. ഇങ്ങനത്തെ ചെടീൻ്റെ അടുത്ത് ജയച്ചേച്ചി, കല്ലടിക്കൂടുള്ള ജയച്ചേച്ചി പറഞ്ഞത് കേട്ടോ, അങ്ങനത്തെ ഇഷ്ടം പോലെ ചെടിയുണ്ട്, പ്രസീവായോ എന്താ തരാന്ന്. അപ്പം നമുക്കില്ലേ 2-3 സാധനങ്ങൾ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ, കാണിച്ചു തരാം. എന്താണ് മടിയിൽ കയറി ഇരിക്കുന്നത്? ചായ കുടിച്ചില്ല, ചായ കുടിച്ചില്ല അടി, ചായ കുടിക്ക് പോട്ടെ, ചായ കുടിക്കും. ചിക്കൻ വാങ്ങണമെന്ന്, മട്ടൻ വാങ്ങണം. ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞ പച്ചരി ഇന്ന് നമ്മള് കുഴിമന്തി വാങ്ങൂട്ടോ. അതിനും പറഞ്ഞില്ലല്ലോ, ഇന്ന് നമ്മള് കുഴിമന്തി വാങ്ങോ. ആ വലിയച്ഛൻ്റെ അടുത്ത് ചോദിച്ചാ വലിയച്ഛൻ ഞാൻ മറന്നിരിക്കുന്നു ആ കാര്യം. വൈകുന്നേരം അപ്പൊ ബിരിയാണി വേണ്ട, നമുക്കിന്ന് മുളകുർത്തുള്ളി വൈകുന്നേരം. അത് പറയില്ല, അത് പറയില്ല, അത് സർപ്രൈസ് ആണ്, അതാണ് സർപ്രൈസ്. ആ കുഞ്ഞ് പറയണൊക്കെ വലിയൊരു സന്തോഷം ഉണ്ട് കേട്ടോ നമുക്ക്. അത് നാളത്തെ വീഡിയോയില് നമുക്ക് കാണിച്ചു തരാം. കുഞ്ഞാ ഇതെങ്ങനുണ്ട്? ഇതാ ഇതിനെ നോക്കുമ്പോ അറിയുന്നുണ്ടോ, കാരുണ്യ വിപ്ലവം. നമ്മുടെ ഇവിടെ 10ാം വാർഡും അപ്പുറത്ത് വത്സലേടത്തിയില്ലേ, വത്സലേടത്തിന്റെ അപ്പുറം എന്താ 9ാം വാർഡുമാണ് കേട്ടോ. നമ്മളാദ്യം 9ാം വാർഡ് ആയിരുന്നേ. കാണില്ലേ കുട്ടി, അതുണ്ടോ? ആ ഉണ്ണിയൊക്കെ ഉണ്ട് അല്ലേ, എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ നിന്ന്. അപ്പോൾ കണ്ടോ, ഒരു സാധനം കാണിച്ചു തരാണ്ട് ഇവിടെ വന്നിരിക്കും. ഒരു സാധനം കാണിച്ചു തരാണ്ട് ഇവിടെ വന്നിരിക്കും. സാധനം കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുക പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ കാരുണ്യ വിപ്ലവത്തിന്റെ ആൾക്കാർ വന്നപ്പോഴേ
നീല കളറുണ്ട്. കാരുണ്യ വിപ്ലവത്തിൻ്റെ ആൾക്കാർ വന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടിയത് കേട്ടോ. അപ്പോൾ നമ്മൾ രസം വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഒരു നേരത്തേക്ക് അതല്ലേ വേണ്ട, രസമാകുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. ഇഞ്ചിയൊന്നും വേണ്ട, ഇഞ്ചി കുരുമുളകും കുഞ്ചിയൊന്നും വേണ്ട. കുരുമുളക് വേണം കേട്ടോ. ഏട്ടൻ വെക്കുന്ന രസത്തിന് ഇതൊന്നും വേണ്ടി വരില്ല. നമ്മൾ വെക്കുന്ന രസത്തിന് കുരുമുളകൊക്കെ വേണം അല്ലേ? എന്താണ് ഈ ഏട്ടാ? വേണം. മീൻകറി ഉണ്ടായിരിക്കുന്നത് ഒരു കേടുമില്ല. ഇവിടെ കൂട്ടാൻ വെച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ അമ്മ വരുമ്പോഴും അമ്മയ്ക്കാണ് പറഞ്ഞാലോ ഒരു ദിവസം കൂട്ടാൻ വെച്ചിട്ടില്ലെങ്കിൽ അമ്മയ്ക്ക് എന്തോ വലിയ സംഭവം പോലെയാണ്. രാവിലെ കഴിക്കാൻ വേണ്ടിട്ട് മീൻകറി 1.5 ദിവസം കൂട്ടാം. രാവിലെ മീൻകറി 1.5 ദിവസമൊക്കെ കൂട്ടാം. മുളകുഷി ഉണ്ടാക്കിയതാണ് കേട്ടോ. അത് കുറച്ച് എരിവ് കമ്മിയാക്കിയിട്ടാണ് ഉണ്ടാക്കിയേക്കണത്. മീൻകറി ഇതെന്തിനു സുഖം ഇങ്ങനെ തുടക്കുന്നത്? ആ ബക്കറ്റിൽ വെള്ളം അവിടെ ഉള്ളിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ തുടച്ചാൽ മതി, എളുപ്പം കഴിയില്ലേ? ഏട്ടൻ വരിക വെച്ചോക്കടി. ഇതിങ്ങനെ ബക്കറ്റ് നോക്കി നടക്കണോ? ഒരു വടുവപ്പുളി നാരങ്ങ മേമ തന്നതാണ്, അതൊന്നും ചെയ്തിട്ടില്ല. ഇനി അത് എടുത്തിട്ട് അച്ചാറിടണം. അപ്പം ഇനി ചോദിക്കും ഈ പെണ്ണെന്താ ഇവിടെയെന്ന് അല്ലേ സുകന്യെ? ഇനി കമന്റ് കൂടെ ഈ പെണ്ണെന്തപ്പ ഇവിടെ, ഈ സുകന്യനൊന്നും സ്വസ്ഥായിട്ട് വിടാനും സമ്മതിക്കണില്ലല്ലോ എന്ന്. എന്താ സുകന്യന് പറയാ? ഈ എന്താ ഇതിനുള്ള മറുപടി പറയാത്ത? നോക്കി നോക്ക്, ഞാൻ പറഞ്ഞതിന് അവള് മറുപടി പറയണ്ട. നോക്കി നോക്ക്. ആരാ പറഞ്ഞ ഇവിടെ കയറ്റണ്ടേ? എടി സാഹചര്യങ്ങൾ അങ്ങനെയടി. വെള്ളം പോണ്ട, പുളി വെള്ളത്തിലിട്ടാ. ഞങ്ങളെ വേറെ ഉള്ളവരെങ്ങനെയാണോന്നല്ല, ഞങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമ്മൾ അപ്പുറം ഉള്ളവരോ അല്ലെങ്കിൽ വേറെ ഉള്ളവരോ ഇങ്ങനെയാണ് ജീവിക്കുന്നത്. കല്യാണം കഴിഞ്ഞു, മക്കളായി, തറവാട്ടിൽ നിന്ന് പോയി പിന്നെ വരാത്തതല്ല. നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെങ്ങനെയാണോ അതല്ലേ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമല്ലേ ഏട്ടാ? പിന്നെ ഒരു വീട് വെച്ചിട്ട് വേറെ താമസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പഴയ വീട്ടിലേക്ക് എത്ര പ്രാവശ്യം പോയിട്ടുണ്ട്? എത്ര പ്രാവശ്യം പോകും? പിന്നെ പോക്കോ ഓണത്തിന് വിഷുവിനല്ല എത്ര അടുത്താണ് ചിലപ്പോൾ ദിവസം പൂവൊക്കെ ഇട്ടോ. നമ്മളൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ നമ്മൾ എല്ലാവർക്കും ഒരു ഇതുണ്ടാവും, ഓരോ ആഗ്രഹങ്ങളുണ്ടാവും, ഓരോ സ്വപ്നങ്ങളുണ്ടാവും അല്ലേ സുകന്യെ? നിനക്കില്ലേ സ്വപ്നം? എൻ്റെ തോർത്താണ് തലയെ കെട്ടിയിരിക്കുന്നത്. ഉരിയൊക്കെ അതിൻ്റെ സ്വപ്നം. വെറുതെ പറയട്ടാ. നമ്മൾ അവിടെ കടത്തം പക്ഷെ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ ഒന്നും ഉണ്ടാക്കിയില്ല. ഇന്നിപ്പോൾ അതാ രസം രസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ അവിടെ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഒരു ഇതും ഇല്ല. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് വെച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോയാൽ മതിയല്ലോ, പ്രശ്നം തീർന്നില്ലേ അല്ലേ? ഇവിടെ നിന്ന് അങ്ങോട്ട് വെച്ചിട്ട് രസം വെച്ച് ഇനി മുട്ടിയും വാങ്ങിക്കൊണ്ടുവന്നാൽ മുട്ടിയും വറുത്ത് കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ചെള്ളിപ്പൊടി ഉണ്ട്, ചെള്ളിപ്പൊടി വറുത്താലും മതി. അപ്പോൾ അങ്ങനെ പിന്നെ ഉപ്പേരി വേണമെന്നൊന്നുമില്ല, പപ്പടം ഉണ്ട്, അച്ചാറും ഉണ്ട്, അത് മതിയല്ലോ. അപ്പം നമ്മളങ്ങനെയാണ് നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതം എങ്ങനെയാണെന്ന് കാണിച്ചു തരിക. അതിൽ ചിലർ പറയും അടുക്കള വിട്ടു കൊടുക്കാൻ പറ്റാണ്ടാണ്, അല്ലെങ്കിൽ വീട് വൃത്തികേടാവും വിചാരിച്ചിട്ടാണ്. കുട്ടികളിപ്പോൾ എവിടെ നോക്കിയേക്കാ? ഇവിടെ കുട്ടികളുടെ സൗണ്ട് എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? മക്കൾ മൊത്തം അവിടെ, പൊന്നൂസാവട്ടെ കുഞ്ഞുണ്ണി ആവട്ടെ, രാത്രി 10:30-11 മണി കഴിയും കുട്ടികൾ വരുമ്പോൾ. നമ്മളങ്ങനെ വിചാരിച്ചിട്ടൊന്നുമല്ല. അപ്പോൾ ഇന്നലെ ഞാൻ വെറുതെ പറഞ്ഞു ഫ്രിഡ്ജ് വാങ്ങണം പറഞ്ഞപ്പോൾ കുഞ്ഞൻ പറയാ, വലിയമ്മ ഫ്രിഡ്ജൊന്നും വാങ്ങണ്ട, നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജില്ലേ, പിന്നെ ഫ്രിഡ്ജ് വാങ്ങണത് പറയുക. അതേപോലെ എന്തെങ്കിലും കാണുക പറഞ്ഞു വെച്ചപ്പോൾ പറയും, വലിയമ്മ ബാ ഇവിടെ വന്ന് കഴിക്ക്. ഇന്നലെ എന്താ പറഞ്ഞത്? നിൻ്റെ അടുത്ത് ഇവിടെ നിന്ന് പോകണ്ടാന്നല്ലേ? രാത്രിയിൽ വലിയമ്മ ഇവിടെ കടന്നാൽ മതി കേട്ടോന്ന്. അങ്കലവാടി ഉണ്ടായിരുന്നു. ഇന്ന് കാരുണ്യ വിപ്ലവല്ലേ, അതിന് ടീച്ചർമാർ പോയോന്നറിയില്ല. ഇന്ന് നേരത്തെ വേണ്ട. ഇനി അമ്മ കുടിച്ചിട്ടില്ലല്ലോ? സുകന്യയുടെ കുളി കഴിഞ്ഞു, എൻ്റെ കുളിയും ചിലപ്പോൾ ഒന്നും കഴിഞ്ഞിട്ടില്ല. എടി പുളി വെള്ളത്തിലിടേ. കുറച്ച് കഞ്ഞിടത്തേക്ക് സുകന്യ. വെള്ളച്ചോറുണ്ടോ? ഇന്നലെ വെള്ളച്ചോറ് കൂടി ഇല്ലാണ്ട് എന്താ കാണിക്കണവിടെ? കുറച്ച് വെള്ളച്ചോറ് ഉണ്ടാക്കി വെച്ചുവിടാനല്ലേ? അപ്പോൾ എന്നിട്ട് ഈ കൊക്കലും കുറേ ഇന്നലെ ഒന്നും നിന്നിട്ടല്ലേ ഉള്ളൂ? നിന്നിട്ടൊന്നുമില്ല. വെള്ളച്ചോറ് എന്നാ കുറയ്ക്കോ? എന്നാ വേണ്ട, ചൂടുള്ള ചോറ് മയന്ന്.
ആ വെള്ളച്ചോറ് സുകന്യ വത്സലേടത്തിന്റെ വീട്ടിൽ പോയി ചോദിച്ചു നോക്കട്ടെ വെള്ളച്ചോറ് ഉണ്ടോ എന്നുള്ളത്. എന്താ ചോറില്ലേ കറക്റ്റ് ആക്കിട്ടോ. എന്താ എപ്പോഴും നമ്മൾ തികയില്ല പറഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ചോറ് അധികമാവും. പിറ്റേ ദിവസം രാവിലെ പലഹാരം ഉണ്ടാക്കിയ വെള്ളച്ചോറ് അങ്ങനെ ചിലപ്പോൾ ഇരിക്കും. തിളപ്പിച്ചൂറ്റി കഴിഞ്ഞിട്ട് ഒരു നേരം കഴിക്കും. കുറച്ച് മതി കേട്ടോ. അതിന് പാത്രം നിറയെ വിളമ്പിയൊക്കെ എനിക്ക് മാത്രം മതി. അല്ലെങ്കിൽ രണ്ടാൾക്കുള്ളതാണ് ആ പാത്രം നിറയെ വിളമ്പിക്കുള്ളത്. ഒറ്റ കയ്യിലും കുറച്ച് മീൻചാറും. മുളകുസ്യം വേണ്ട, മത്തി വേണ്ട, ചാറ് മതി. ഏട്ടന് പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, അച്ചാറ് പറ്റില്ല. അച്ചാർ എടുത്തു കഴിഞ്ഞു വെച്ചാൽ കടയിൽ നിന്ന് വാങ്ങണ അച്ചാറാണ്. ചോറിലിടരുതേ. അച്ചാറ് ഇട്ട് കഴിഞ്ഞു വെച്ചാൽ പിന്നെ ആ ചോറ് ഏട്ടൻ കഴിക്കില്ല കേട്ടോ. ഏട്ടനത് എന്താ നാരങ്ങ അച്ചാറിന്റെ ഒരു മണം കേട്ട്. നാരങ്ങയല്ല ചെറുനാരങ്ങ അച്ചാർ ഇഷ്ടേയല്ല. പക്ഷെ ഇക്കാവും സുകന്യക്കാന്ന് പറഞ്ഞാലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കടയിൽ നിന്ന് കിട്ടുന്ന നാരങ്ങ അച്ചാറ്. ഞാൻ നല്ല ചോറിൽ പെനച്ച് കൂട്ടി കഴിക്കും. സുകന്യ ഞാനും പാടെ 1 കിലോ വാങ്ങിയതാണത്. എന്നാ എന്താ ഇതിന് കാണിപ്പാട്ട് പിള്ളത്തുണ്ടത്തിരിക്കാനേ അല്ലേ. അപ്പൊ ഏട്ടൻ കഴിച്ചോ? ഞാൻ അപ്പക്ക് ഇത് നേരെയൊക്കട്ടെ. ഇപ്പൊ രസം ഉണ്ടാക്കാൻ തുടങ്ങണ്ടേ? രസം ഉണ്ടാക്കണൊക്കെ എത്ര കാണിച്ചതല്ലേ. ഇപ്പൊ സമയം എത്ര വെച്ചിട്ടാ. നമ്മൾ ഇന്നലെ തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം നമ്മളില്ലേ ഇന്ന് വീഡിയോ നിർത്തുകയാണ് കേട്ടോ. ഞാൻ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ്ട് പരിപ്പ്. ഇത് നല്ലപോലെ ഒന്ന് ഉടക്കിട്ടോ. ഇതിൽ നമ്മൾ പുളി ഒഴിക്കും, തക്കാളി ഇടും, പച്ചമുളക് ഇടും. എന്നിട്ട് നല്ലപോലെ തിളപ്പിക്കും. ഇതാ പച്ചമല്ലി, ഉണക്കമുളക്, ജീരകം, കുരുമുളക്, വെളുത്തുള്ളി, എന്താ ഒലുവിയും കായും പാടെ വറുത്തിട്ട് ഇതിലിടും. എന്നിട്ടൊന്ന് പൊടിച്ചിട്ട് അതിലിട്ടിട്ട് വെളുത്തുള്ളിയും പാടെ കൂട്ടിയിട്ടിട്ട് കടുക് താളിക്കും കേട്ടോ. ആ മല്ലിയില ഇടും. അപ്പോൾ എന്താ വെച്ചാൽ വിശുദ്ധമായിട്ട് കാണിച്ചു തരാനുള്ള ടൈമില്ല. ഏട്ടൻ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഡോക്ടറെ കാണാൻ പോകണം. അപ്പം അത് കാരണം നമ്മൾ നമ്മുടെ വിശേഷം നിർത്തുകയാണ്. എൻ്റെ കുട്ടി കാട്ടിക്കണോ കേക്ക് പറഞ്ഞാൽ ഒരു പുളിയിട്ടൊക്കെ എങ്ങനെ ഈ ഒരു പുളിയിൽ പുളിപ്പുണ്ടാവുക? അപ്പോൾ നമ്മൾ നമ്മുടെ വിശേഷങ്ങൾ നിർത്തുകയാണ്. നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് നാളെ വരാട്ടോ. നമുക്കിപ്പോൾ ഇല്ലേ സത്യം പറയുക ഓരോരോ തിരിച്ചിലുകളാണ് കേട്ടോ. ഓരോരോ എന്താണ് പറയുക ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല അല്ലേ ഏട്ടാ. പക്ഷെ ഓരോരോ തിരിച്ചിലുകൾ അല്ലേ. എന്താണെന്നറിയില്ല. എനിക്കൊരു ഭയങ്കര മനസ്സിനൊരു മൂഡ് ഔട്ടും മനസ്സിനൊരു ഭാരം പോലെ തോന്നുക. ആദ്യമൊന്നും ഇങ്ങനെ എനിക്ക് തോന്നിയിട്ടേ ഇല്ല. പക്ഷെ ഇപ്പം എനിക്കെന്തോ ഒരിടങ്ങാറ്. എനിക്കറിയില്ല എന്താണെന്നുള്ളത്. നാളെ കാണാം. ശരിയാവും.